അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു റോളാണ്. ഒരു 67 വയസ്സുള്ള ദുർഗയുടെ അമ്മയായിട്ട്, നബീസയുടെ ദുർഗയുടെ അല്ല നബീസയുടെ. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ നബീസ വലിയൊരു നബീസ. അപ്പം ഞാൻ സമാധാനിച്ച്, പാപ്പയുടെ സ്റ്റൈലിലാണ് അവള്, പാപ്പയെപ്പോലെയാണ് മോളെന്നുള്ളതിൽ ഞാൻ സമാധാനിച്ച്. അപ്പോൾ ദുർഗയുടെ അമ്മയുടെ ക്യാരക്ടറാണ്. അപ്പോൾ അതെനിക്കൊരു ഓൾമോസ്റ്റ് കുറച്ച് വയസ്സിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ ദുർഗയെന്ന്. എന്നെ ഫീൽഡ് ഔട്ട് ആക്കാൻ നിനക്കൊരു ശ്രമം അറിയാം, ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്. പക്ഷെ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. 84-ാമത്തെ വയസ്സിൽ നായകനായിട്ട് അഭിനയിച്ച ആളാണ് ഈ ഇരിക്കുന്നത്. പ്രായത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഞങ്ങളവിടെ കോഴിക്കോട് ഒരുപാട് പ്രൊജക്റ്റിലൊക്കെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 67 വയസ്സ്, പിന്നെ ആ ഒരു കാലഘട്ടം, പിന്നെ അവരുടെ ക്യാരക്ടർ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അങ്ങനെ വേറെ മനസ്സിലൊന്ന് വെച്ച് വേറെ പുറത്ത് അങ്ങനെയുള്ളതൊന്നുമല്ല, വളരെ കൃത്യമാണ് അവരുടെ ഇമോഷൻസും കാര്യങ്ങളും ഇതുമൊക്കെ. പിന്നെ ആ ഡയലോഗ് MT സാർ എഴുതിയത് ഏത് കാലഘട്ടത്തിൽ എടുക്കുമ്പോഴും ആ ഡയലോഗൊക്കെ അതേപോലെ തന്നെ നമ്മൾ പറയണം. അത് ഒരു വരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പറ്റില്ല. കാരണം അത് നമ്മളിപ്പോൾ ഉള്ള സിനിമയിലൊക്കെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും പറ്റില്ല. പക്ഷേ ഇവിടെ പിന്നെ എൻ്റെ കൂടെ അഭിനയിക്കുന്നത് ദുർഗയും ലാൽ സാറും ഹരീഷ് പാരഡി അദ്ദേഹം അവരൊക്കെയാണ്. പിന്നെ ഇതിൽ ഞാനിപ്പോൾ ഓർക്കുന്നത് മാമുക്ക സാറ്, അദ്ദേഹം ഇപ്പോൾ ഈ പടം ഇറങ്ങുമ്പം കാണാനില്ല. അതുപോലെ തന്നെ നമ്മുടെ സ്വർഗം തുറക്കുന്ന സമയത്തിൽ നെടുമുടി വേണു സാർ, അദ്ദേഹവും സിനിമയിൽ ഈ നമ്മുടെ കൂടെ ഇല്ല. അപ്പം അവർ അടക്കമുള്ള ഇവരുടെയൊക്കെ കൂടെ അഭിനയിക്കാനും അതൊക്കെ എനിക്ക് വലിയ ചലഞ്ചായിരുന്നു. പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നു, ദുർഗയുടെ അമ്മയായിട്ട് അഭിനയിച്ചത് കൊണ്ട് ഇനി നായകയുടെ അമ്മയായിട്ട് ഇപ്പോൾ ഒരു 45 വയസ്സൊക്കെ കഴിയട്ടെ, അപ്പം ഞാൻ പറയാം എന്നൊക്കെ. ഇല്ലെങ്കിൽ എന്നോടത്ത് ചെലവിന് കൊടുക്കണം. ഇതിന്റെ കാരണത്താൽ എന്തെങ്കിലും സംഭവിച്ചാൽ ദുർഗ അത് ഏറ്റെടുക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദുർഗയായിരുന്നു എനിക്ക് ഒരു 2-3 മണിക്കൂർ മേക്കപ്പ് ഉണ്ട്. ഇപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ കൂടി ആ ഒരു ഏജൊക്കെ ഫീൽ ചെയ്യാൻ വേണ്ടി ഇവിടെയൊക്കെ കുറേ റിങ്കിൾസൊക്കെ വരുത്താനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്നെ കാരവാനിൽ എൻ്റെ മേക്കപ്പ് അസിസ്റ്റന്റ് കൂടിയായിരുന്നു ദുർഗ. 2 തരത്തിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അമ്മയെ സഹായിച്ചെന്നേ ഉള്ളൂ ഞാൻ, അമ്മയോടൊപ്പം. അതെ, അമ്മയോടൊപ്പം. പിന്നെ എന്റർടൈൻമെന്റ് ചേച്ചി ഒത്തിരി, എത്ര മണിക്കൂർ എടുത്തു ചേച്ചി? 3 മണിക്കൂറൊക്കെ എടുക്കും മേക്കപ്പ് ചെയ്യാൻ. അപ്പൊ ചേച്ചി അവിടെ ഇരുന്ന് മേക്കപ്പ് ചെയ്യുമ്പം പ്രായമാക്കണ്ടേ എൻ്റെ ജയരാജേട്ടാ, വളരെ. അപ്പൊ ഈ 3 മണിക്കൂർ എന്റർടൈൻമെന്റ് പർപ്പസിനൊക്കെ ഞാൻ അവിടെ ചേച്ചിയുടെ കൂടെ കാരോളിലുണ്ടാവും. പലരും പറയുന്ന ആർട്ടിസ്റ്റുകൾ പറയുന്നിട്ടുണ്ട്, സുരഭി ചേച്ചിയുടെ കൂടി ഇരിക്കുമ്പോൾ ഭയങ്കര രസമാണ്, ജോളിയാണ്, തമാശകളൊക്കെ പറഞ്ഞ് സമയം പോണെന്ന് അറിയില്ല. അങ്ങനെയാണോ? പിന്നെ ഇപ്പൊ സമയം പോകുന്ന അറിയുന്നുണ്ടോ? ഈ ഫിലോമിനയുടെ ആ ഒരു മാനറിസംസ് കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇല്ല, പറഞ്ഞിരുന്നില്ല. അതാണ് എനിക്ക് കൺഫ്യൂഷൻ. എന്ത് റോളാണ് ചെയ്തത്, ആ എന്ത് ഫസ്റ്റ് കേട്ടപ്പോൾ സ്ക്രിപ്റ്റ് അയച്ചു തരുന്നില്ലല്ലോ, എനിക്ക് ഇങ്ങനെ ഒരു റോള് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, കുറേ പെർമിഷൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ പ്രിയൻ സാറ് അശ്വതി ചേച്ചിനെ അവരൊക്കെ വിളിച്ച് പറഞ്ഞു, ഇല്ല സുരഭി തന്നെ ആ ക്യാരക്ടർ ചെയ്യണം എന്ന്. അതെന്താണ് സാറിന് ആ ഒരു കോൺഫിഡൻസ് എന്നൊന്നും എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ നാഷണൽ അവാർഡ് വിന്നറല്ലേ, പിന്നെന്താണ്? അല്ല, അതുകൊണ്ട് അല്ല, അത് ചെയ്യാവുന്ന വേറെ കുറേ സാറിന് അറിയാത്ത ആക്ടേഴ്സൊന്നും ഇല്ലല്ലോ. അപ്പം അങ്ങനെ ഒരു കോൺഫിഡൻസോട് കൂടി എന്നെ അത് ഏൽപ്പിക്കുമ്പോൾ ആ ഒരു ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് സാറ് പറഞ്ഞതുപോലെ സിനിമ കാണാതെ മിണ്ടാതെ ഉരിയാടാതെ എന്ന് പറഞ്ഞ പോലെ ഞാൻ പോയി. അത് ചിലപ്പം സാറിനും അത് തന്നെ ആയിരിക്കും വേണ്ടത്. അത് ഒരു അഡാപ്റ്റേഷൻ, ഒരു ഇമിറ്റേഷൻ അല്ല. അതുകൊണ്ട് തന്നെ ഇപ്പം നബീസൂനാണെങ്കിലും ഒക്കെ തന്നെ അത് കുറച്ച് നമ്മൾ അങ്ങനെ ഒരു കമ്പാരിസൺ എന്നുള്ള ഒരു അല്ല, അതിപ്പോൾ കാണുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ മുഴുവൻ കണ്ടില്ലെങ്കിലും പിന്നെ എൻ്റെ പോർഷൻസൊക്കെ കാണുന്ന സമയത്ത് സുരഭിൻ്റെ പിന്നെ ഫിലോമിന ചേച്ചിന് ഒരു ഇതും അതിനകത്ത് വന്നില്ല കേട്ടോ. എനിക്കറിയില്ലല്ലോ അവരങ്ങനെ ഇല്ല. ഞാൻ ഇപ്പം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പാണ് ഞാൻ അത് സെർച്ച് ചെയ്ത് നോക്കുന്നത്. എന്നോട് ഈ ക്യാരക്ടറിൻ്റെ പേര് വിട്ടു. ഇപ്പോൾ കുറേ ആയില്ലേ നമ്മളത് ചെയ്തിട്ട്. എന്തായിരുന്നു, എന്തോ ഒരു ഉമ്മയാണെന്നുള്ളത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതെന്താ നോക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് എനിക്ക്
ഉള്ളിലൊരു പിടപ്പ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ആക്ട് ചെയ്യുമ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടായിരിക്കാം അദ്ദേഹം കാണാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ നിർത്തി, പേരറിഞ്ഞതോടുകൂടി അവിടെ നിർത്തി. ഇനി അങ്ങോട്ട് പോയാൽ പക്ഷേ എനിക്ക് കുറച്ചും കൂടി നന്നാക്കാൻ കുറച്ച് അങ്ങനെയൊക്കെ നമുക്ക് തോന്നില്ല. അതിൽ ഏത് നടന്നായാലും ആർക്കായാലും തോന്നുന്നത് അല്ല, വേറൊരാൾ ചെയ്തതും കൂടി ആകുമ്പോൾ കുറച്ചുകൂടി നമുക്കൊരു തോന്നും അവരെക്കാൾ നന്നാവെന്നൊക്കെ തോന്നില്ല. ഇത് ഒന്നും അറിയാണ്ടായപ്പം ഇപ്പം നേരത്തെ ഞങ്ങൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, പഠിച്ചു പോകുന്നവർക്ക് എക്സാം ഈസി ആയിരിക്കും. എങ്ങനെയല്ല പഠിക്കാണ്ട് പോയവർക്ക് രണ്ട് കൂട്ടർക്ക് മാത്രമേ ടെൻഷൻ ഉണ്ടാവും. പഠിച്ചു പോയവർക്കും കുറച്ച് പഠിച്ചവർക്കും. ഒന്നും അറിയാണ്ട് പോകുന്നവർക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ല എന്ന പോലെ ഞാൻ ഒന്നും അറിയാണ്ട് അങ്ങ് പോയതാ. പിന്നെ സാറ് പറയും, പിന്നെ നമ്മൾ അഭിനയിക്കുന്നല്ലേ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ വലിയ ഭാഗ്യമാണ് കിട്ടിയത്, എനിക്കും ദുർഗയ്ക്കും ഒക്കെ.